ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മുടി ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തായിരുന്നു. ഈ ഒരു എണ്ണ ഉണ്ടാക്കി യൂസ് ചെയ്തതിന് ശേഷമാണ് ഇത്രയെങ്കിലും വളർന്നു കിട്ടിയത്. നമ്മളിവിടെ 500 ml കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഒരു 7 എടുക്കണം. അതിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് നമ്മളത് കീറി വെക്കണം. ഇനി ചെറിയ ഉള്ളി 4-5 പീസ്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കറ്റാർ വാഴയുടെ 2 തണ്ടെടുത്തിട്ട് അതിനകത്തിൽ ജെല്ലെടുത്ത് വെക്കണം. പിന്നെ ഉലുവ 1.5 ടേബിൾ സ്പൂണ്, കരിഞ്ജീരകം 1.5 ടേബിൾ സ്പൂണ്, ചെമ്പരത്തിയുടെ ഇല ഒരു 4-5 എണ്ണം, പിന്നെ നമ്മുടെ കരിയാപ്പല അത് ഒരു കൈപ്പിടി എടുക്കണം. ഇത്രയും സാധനമാണ് നമ്മളിവിടെ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ച് വാരി എടുക്കാം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന ഓരോ സാധനത്തിന്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന കരിയാപ്പില ഫ്രീസ് ചെയ്തതാണ് കേട്ടോ, കാരണം അതുകൊണ്ടാണ് ഈ ഒരു കളറായിട്ടിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഫ്രഷ് കരിയാപ്പില എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ ഇനി ഓരോന്നിൻ്റെ ഗുണങ്ങൾ പറയാം കേട്ടോ. നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ അകറ്റി മുടി നല്ല ഉള്ളോടെ വളരുവാനും സഹായിക്കും. അതേപോലെ തന്നെ ഇതിനകത്തിൽ വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ ഉണ്ട്. ഇനി കറ്റാർവാഴ, അതായത് ഈ കറ്റാർവാഴയിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരനും മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി തഴച്ചു വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മളിവിടെ മിക്സിയുടെ ജാറിൽ ഇതെല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ചതച്ചെടുത്തായിരുന്നു. ഇനി ഒരു പാത്രം എടുത്ത് നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചൂടാകുമ്പോഴത്തേക്കിന് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന സാധനം എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തീ ഒരു മീഡിയമിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ വീണ്ടും മറ്റേ എല്ലാ സാധനങ്ങളുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അതായത് ചെമ്പരത്തി ഇല വലിയ ചെലവൊന്നും ഇല്ലാതെ മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ചെമ്പരത്തി ഇല. ചെമ്പരത്തിയുടെ പൂവും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അമിനോ ആസിഡ് പോലുള്ള നിരവധി ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ട് ഈ നമ്മുടെ മുടി കൊഴിച്ചിലും അതേപോലെ തന്നെ മുടി വളരാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും മുടിയുടെ അറ്റമൊക്കെ പിളർന്നു പോകത്തില്ലേ അതൊക്കെ തടയാനും നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ കരിയാപ്പല, അതിനകത്ത് അമിനോ ആസിഡ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി കൂടുതൽ ആരോഗ്യമുള്ളതും ബലമുള്ളതും ആക്കി മാറ്റുന്നു. ഇനി നമ്മുടെ കരിഞ്ജീരകം, ഇതിനകത്ത് നിറയെ ഫാറ്റി അമിനോ ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുടിയുടെ ഫോളിക്കുകൾ ഉണ്ടല്ലോ അതിന് വേണ്ട ആരോഗ്യം പോഷകം ഒക്കെ നമുക്ക് ഈ കരിഞ്ജീരകം വഴി കിട്ടും. അതേപോലെ തന്നെ അകാലനര ഉണ്ടാവുന്നതിൽ നിന്നൊക്കെ ഈ കരിഞ്ജീരകം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉലുവ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ തടയുന്നതിനും ഈ ഉലുവ നല്ലതാ. അതേപോലെ തന്നെ മുടിയെ സ്ട്രോങ് ആക്കാൻ മികച്ചതാണ് ഉലുവ. നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചി എല്ലാം മുടി വളരുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ ഈ ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ നല്ലതാ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ. ഇനി നമ്മുടെ ഈ എണ്ണ ഉണ്ടല്ലോ കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് കരിഞ്ഞു പോകാതെ ഇളക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. അതുപോലെ ഇതിന്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് കരിയാപ്പിലൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ കരിയാപ്പില നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്കിന് അതിങ്ങനെ പൊടിഞ്ഞു വരണം. അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുമ്പോൾ. ആ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇതായത് കണ്ടോ, നമുക്ക് ഇത്രയാണ് കിട്ടിയേക്കുന്നത്. ഇനി എണ്ണ അരിച്ചെടുത്തിട്ട് ബാലൻസ് വന്ന സാധനം കളയണ്ട, അത് തലയിൽ തൂക്കാം.